ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല രുചിയിൽ തന്നെ കിട്ടുന്ന, നല്ല സിമ്പിളായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു 3 വലിയ ക്യാരറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് പീലർ വെച്ചിട്ട് അതിൻ്റെ തൊലിയെല്ലാം നല്ലതുപോലെ കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഈ പലഹാരം നമുക്ക് 2 കളറായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. നല്ല ഹെൽത്തി ഫുഡാണ്, ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. ഇതുണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. കാരണം വാടിക്കുഴഞ്ഞതൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ റെസിപ്പി ഒരു ടേസ്റ്റ് ആയിട്ട് കിട്ടൂല. ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. നമ്മളെടുത്ത 3 ക്യാരറ്റ് നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു കപ്പ് പാലൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 2 വിസിൽ മാത്രം അടിച്ചാൽ മതിയാവും. അപ്പോഴേക്കും ക്യാരറ്റ് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതേ ക്യാരറ്റൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തിളപ്പിച്ചാറിയ പാൽ തന്നെ ഒഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ ക്യാരറ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി, ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായുടെ കുരു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അരിപ്പൊടിയൊന്നും കട്ട കൂടാതെ തന്നെ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ വേവിച്ചെടുത്ത ക്യാരറ്റൊക്കെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ആവിയിലിട്ടിട്ടാണ് വേവിക്കണത്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രം ഞങ്ങളുടെ വീട്ടിൽ കുറേ മുന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പണ്ട് കാലത്തെ കല്യാണങ്ങളിലൊക്കെ ഈ ഒരു പാത്രത്തിലാക്കി ബിരിയാണിയൊക്കെ കൊടുക്കാറില്ലേ, അതുപോലൊരു പാത്രമല്ലേ. അപ്പോൾ ഇനി നമുക്ക് പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി സ്റ്റീൽ പാത്രം തന്നെ വേണമെന്നില്ല കേട്ടോ. കേക്ക് ടിന്നോ അല്ലെങ്കിൽ ചായപാത്രമോ അങ്ങനെ എന്തെങ്കിലും എടുത്താലും മതിയാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഈ പാത്രത്തിൻ്റെ അടിയിൽ ആ ഒരു പിടുത്തം ഉണ്ടാകുകൊണ്ട് ഞാൻ ഇതിൽ റിങ്ങൊന്നും വെച്ചിട്ടില്ല. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 to 15 മിനിറ്റ് വരെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് അതിൻ്റെ മേലേക്കുള്ള ബാറ്റർ കൂടി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പാല്, 1/2 കപ്പ് അരിപ്പൊടി, അതേ അളവിൽ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒരു ഏലക്കായുടെ കുരു കൂടി ചേർത്തിട്ട് നല്ലപോലെ നരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെച്ചാൽ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ എള്ളു കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. 15 മിനിറ്റിന് ശേഷം നമ്മൾ ക്യാരറ്റിൻ്റെ ബാറ്റർ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 5 to 10 മിനിറ്റ് വരെ നല്ലപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ക്യാരറ്റ് വെച്ചിട്ടുള്ള സൂപ്പറായിട്ടുള്ള സിമ്പിൾ റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബായ്.